ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. സാധനം മനസ്സിലാക്കി കാണുമല്ലോ. ഇതാണ് പപ്പായയുടെ ഇല. നമ്മുടെ കൊച്ചു കോഴിക്കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഡിവോമറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇലയാണ്. പിന്നെ നല്ല ഒരു കാൽസ്യം സപ്ലിമെൻറ്റ്, മറ്റ് മിനറൽസൊക്കെ അടങ്ങിയ അടിപൊളി ഒരു തീറ്റയാണ്. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഇവർ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തീറ്റ കൊടുത്താൽ കഴിക്കും. അപ്പോൾ തീറ്റ കൊടുക്കാതെ നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് മടിച്ചാലും പിന്നെ അത് കഴിക്കും. ഇതിപ്പോൾ ആൾമോസ്റ്റ് 25 ദിവസമൊക്കെ ആയ കുട്ടികളാണ്. 25 ദിവസമായ 12 കുട്ടികളുണ്ട്. ഇത് ഫയോമിയാണ്. 4 ഫയോമി കുട്ടികളും 8 പേര് നാടൻ കുട്ടികളുമാണ്. അപ്പോൾ ഫയോമികൾ നമ്മുടെ ഇവിടെ ഇതിലാണ് ഉള്ളത്. ഇവരാണ് ഫയോമികൾ. ഫയോമികളെ നമ്മൾ പ്രത്യേകം ഇട്ടേക്കും. ഒരു ഗോൾഡൻ ഫയോമി, ഒരു സിൽവർ ഫയോമിയുടെ പൂവൻ. മുട്ടയിടാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണ്. മുട്ട ഇനി എടുത്തേ ഉള്ളൂ, എല്ലാ ദിവസവും മുട്ടയിടും. പിന്നെ അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളുടെ ഒരു തീറ്റക്രമത്തിൽ ചേർത്ത്, ഭക്ഷണത്തിൽ ചേർത്ത് വലുതാകുമ്പോൾ കൊടുക്കലുണ്ട്. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ തീറ്റ വെച്ച് കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഫ്രഷായിട്ടുള്ള 2-3 ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വയറ് നിറയുകയും ചെയ്യും. അത് നല്ലതുമാണ്. എല്ലാ ദിവസവും കൊടുക്കരുത്. എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയ ഇലയല്ല. വീക്കിലി ടോയ്സ് ഒക്കെ കൊടുക്കാം, കുഴപ്പമില്ല. എല്ലാവരും കഴിക്കുന്നുണ്ട്, ഒരാളും മാറി നിൽക്കുന്നില്ല. എല്ലാ കോഴികളും കഴിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കഴിക്കുകയും ചെയ്യും. ഇവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ അമ്മയും മക്കളെയും കൂടെ ഉള്ള ഒരാളെ നിൽപ്പുണ്ട്. 12 ഇത് വേറെ ഉണ്ട്, അവർക്കും കൊടുക്കുന്നുണ്ട്. അവരുടെ അമ്മ ശീലിപ്പിച്ചാലല്ലേ കഴിക്കത്തുള്ളൂ. ഇവർ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, കഴിച്ചിട്ട്. പക്ഷേ ഇവരുടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം എല്ലാ ദിവസവും മാറണം. ഇന്നലത്തെ വെള്ളം ബാക്കി ഇരുന്നാൽ കൊടുക്കാൻ പാടില്ല. കാര്യം അതിൽ ഈ പറയുന്ന പോലെ പായലോ പൂപ്പലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം വെള്ളം ഇവർക്ക് എല്ലാ ദിവസവും വൃത്തിയുള്ള പാത്രത്തിൽ കൊടുക്കും. അവരുടെ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെള്ളം വെക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഇല കണ്ടത്. അപ്പോൾ ഇല പറിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവരിതിപ്പം ചെറുതായിട്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അവർ തള്ള കുത്തി കഴിക്കുമ്പോൾ തന്നെ കഴിക്കും. അപ്പോൾ തീറ്റപാത്രം ഞാനിങ്ങ് എടുത്ത് മാറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവർക്ക് വേറെ നിർവാഹമല്ല, ഇവർക്ക് കഴിക്കുന്നുണ്ട്. ഉണ്ടോ, ഇവർക്ക് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി മതിയല്ലോ, അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പം വെള്ളം വളരെ വൃത്തിയുള്ള വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴികളെ വളരെയധികം സംരക്ഷിച്ചെടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ നെറ്റ് കൂടൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 1 മാസമൊക്കെ എത്തുമ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നൊരു കേസ് ഇവിടെ സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കമ്പിക്കൂട്ടിലേക്ക് മാറ്റി 1 മാസം കഴിഞ്ഞിട്ട് തറയിൽ ഇറക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.